നമസ്കാരം. നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇതിനെതിരെ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മൂവ്മെന്റാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ ആക്ഷൻ പ്ലാനിൽ പ്രധാനമായും 8 നാഷണൽ മിഷൻസുകളാണ് ഉള്ളത്. വൈദ്യുതിയുടെ ഈ വീഡിയോയിലൂടെ ആ 8 നാഷണൽ മിഷനുകളിൽ ഒന്നായ നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2011 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെയും മിനിസ്ട്രി ഓഫ് പവറിന്റെയും കീഴിലാണ് നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി നിലവിൽ വരുന്നത്. എനർജി എഫിഷ്യൻസിക്കായി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെയും മിനിസ്ട്രി ഓഫ് പവറിന്റെയും കീഴിലുണ്ടായിരുന്ന പല പ്രോഗ്രാംസുകളും സ്കീംസുകളും ഇപ്പോൾ നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസിയുടെ മേൽനോട്ടത്തിലാണ്. NMEയിൽ പ്രധാനമായും 4 ഇനിഷ്യേറ്റീവ്സ് ആണ് ഉള്ളത്. ഒന്നാമത് PAT, പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്. എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടറിലേക്ക് എനർജി എഫിഷ്യൻസി കൂട്ടുന്നതിനുള്ള ഒരു സ്കീമാണ് പാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 2. മാർക്കറ്റ് ട്രാൻസ്ഫോം ഫോർ എനർജി എഫിഷ്യൻസി. ഇത് എനർജി എഫിഷ്യന്റ് ആയ പ്രോഡക്ട്സിനെയും സർവീസസിനെയും ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. 3. എനർജി എഫിഷ്യൻസി ഫിനാൻസിംഗ് പ്ലാറ്റ്ഫോം. എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള പ്രോജക്ട്സിൽ കൂടുതൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. 4. ഫ്രെയിംവർക്ക് ഫോർ എനർജി എഫിഷ്യന്റ് എക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എനർജി എഫിഷ്യന്റിലേക്കുള്ള പോളിസീസും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എനർജി എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസീസിനെയും ഇൻസെന്റീവ്സിനെയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണത്. ഈ 4 ഇനിഷ്യേറ്റീവ്സിലൂടെ ഇന്ത്യയുടെ എനർജി എഫിഷ്യൻസി മാർക്കറ്റിന്റെ വളർച്ചയും അതുപോലെ തന്നെ പുതിയ എനർജി എഫിഷ്യന്റ് പ്രോജക്ട്സിനെയും ഇന്നോവേറ്റീവ് ആയ ടെക്നോളജീസിനെയും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോത്സാഹിപ്പിക്കുകയും ഇതിലൂടെ ട്രാൻസ്പോർട്ടേഷൻ, ഇൻഡസ്ട്രീസ്, ബിൽഡിംഗ് പോലുള്ള വിവിധ സെക്ടറിലേക്ക് എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ NMEക്ക് കഴിഞ്ഞു.